ലോകത്തെ എവിടെയായിരുന്നാലും എം ടി എപ്പോഴും ഒരു കൂടല്ലൂർക്കാരനായിരുന്നു. എം ടിയുടെ എഴുത്തുകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നതും കൂടല്ലൂർ തന്നെയായിരുന്നു. കൂടല്ലൂരിലെ ഒരാൾ പോലും എം ടിയുടെ കഥാപാത്രങ്ങളാവാതിരുന്നിട്ടുമില്ല. നാലുകെട്ടിലെല്ലാം അത് കൃത്യമായി തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഉള്ളത് എം ടിയുടെ തറവാട് വീടായ മാടത്തെ തെക്കേപ്പാടത്തെ വീട്ടിലാണ്. ഈ വീട്ടിലിരുന്നാണ് എം ടി ആദ്യമായിട്ട് വരികൾ എഴുതി തുടങ്ങുന്നത്. ഇപ്പോഴും ഈ വീട്ടിൽ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ വരികളെല്ലാം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. എം ടിക്ക് എപ്പോഴും കൂടല്ലൂരിനോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. കാരണം കൂടല്ലൂരിലെ ആളുകളായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങളെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്. കൂടല്ലൂർ മാത്രമായിരുന്നില്ല, നെരിമാളം കുന്നും ഭഗവതിക്കാവും കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ മലമക്കാവ് ക്ഷേത്രമെല്ലാം എം ടിയുടെ വരികളിലൂടെ ലോകം മുഴുവൻ വായിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ വീട്ടിൽ എം ടിയുടെ ആ വരികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നാലുകെട്ടെല്ലാം എം ടി എഴുതി തീർക്കുന്നത് ഇവിടെ നിന്നാണ്. എം ടിയുടെ ബന്ധു കൂടിയായിട്ടുള്ള ഗീത ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗീത ചേച്ചി, എം ടിയുടെ വീടായ അശ്വതി ആ വീടിന് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് അല്ലേ? തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു വാർത്ത ഞങ്ങളാരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്തയല്ല. ഇന്നാണ് ഒരുപാട് കൃതികൾ തുടക്കം കുറിക്കുന്നത്. അതെ ഇവിടെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അന്ന് ഈ വീടല്ല, അതിവിടെ പഴയ വീടാണെന്ന് പറഞ്ഞു. നാലുകെട്ടൊക്കെ അവിടെ ഇരുന്നിട്ടാണെന്നാണ്. കാരണം ആ വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് എന്നേക്കാൾ ഒരുപാട് സീനിയറായിട്ടുള്ളൊരു അമ്മാവനാണല്ലോ. ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ കേൾക്കുക. അന്ന് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഈ ലോകം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായി മാറിയിട്ടുണ്ടല്ലോ. അപ്പം അന്ന് മുതൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കി കാണുന്ന ഉണ്ണിമാമയെ ആണല്ലോ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ എം ടിയുടെ എഴുത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നാലുകെട്ടായിക്കോട്ടെ, കാലമായിക്കോട്ടെ, എം ടിയുടെ എഴുത്തുകളിലെല്ലാം കാണാൻ കഴിയുന്നത് കൂടല്ലൂരിനെക്കുറിച്ചും കൂടല്ലൂരിലെ ജനങ്ങളെക്കുറിച്ചും ഈ നാട്ടുകാരെക്കുറിച്ചുമാണ്. കോന്തുണി അമ്മാവയെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഹജിയെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടല്ലൂരിനോടായിരുന്നു എം ടിക്ക് എന്നും പ്രിയമല്ലേ? തീർച്ചയായിട്ടും കൂടല്ലൂരിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഇപ്പോൾ കോഴിക്കോട് വീട്ടിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പബ്ലിക്കിനെയൊന്നും അങ്ങനെ സന്ദർശിക്കാനൊന്നും അവർക്ക് ഇഷ്ടമില്ല. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പൊതുദർശനം വേണ്ട എന്നുള്ളത് മകളോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയല്ല അദ്ദേഹം. കൊടുക്കാതെ തന്നെ പബ്ലിസിറ്റി ഉണ്ട്. പക്ഷേ കൂടല്ലൂരിൽ നിന്നാണ് ഒരാൾ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും അവർക്ക് അവിടെ ആ വാതിൽ തുറന്ന് കൊടുത്തിരുന്നൊരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ തുഞ്ചൻ പറമ്പിലാവുമ്പോൾ ഇവിടുന്ന് ഈ നാട്ടുകാർ മുഴുവൻ കാണാൻ ചെല്ലും. ഇവിടുന്ന് സ്കൂളിലെ കുട്ടികൾ മുഴുവൻ ചെല്ലും ഓരോ കാര്യത്തിനായിട്ട്. ഒക്കെ അവർക്കൊക്കെ വളരെ വലിയ സ്വീകരണം തന്നെയാണ് കൊടുത്തിരുന്നത്. എം ടിയുടെ ഈ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് ഈ നാടിനെ വല്ലാത്ത ഉലച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാം. തീർച്ചയായിട്ടും നാടിനെയും വീടിനെയും വീട്ടുകാരെയും ഞങ്ങളെയൊക്കെ, കാരണം ഇനിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, കാരണം ആ വ്യക്തിയിലൂടെയാണല്ലോ ഞങ്ങളൊക്കെ തന്നെ ഇന്നും നാടറിയപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെയും ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നു ഈ നാടിന്. ഏത് കൂടല്ലൂരിൽ നിന്നെന്ന് ചോദിച്ചാൽ എം ടിയുടെ കൂടല്ലൂരിൽ നിന്നെന്നാണ് എല്ലാവരും പറയാറ്. മറ്റേതിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഗ്രാമമായിട്ട് മാറേണ്ട കാര്യമൊന്നുമില്ലല്ലോ കൂടല്ലൂരിന്. വേറെ പ്രത്യേകതകളൊന്നുമില്ലല്ലോ. പക്ഷേ അത് എം ടിയുടെ കൂടല്ലൂർ എന്ന രീതിക്ക് സംശയിച്ചിരുന്നു. അപ്പോഴും എം ടിയുടെ കൂടല്ലൂർ എന്ന രീതിക്ക് പറയുമ്പോഴാണ് അത് പൂർണ്ണമായിരുന്നു. അതെ, നമ്മളൊക്കെ അതെ. ഇപ്പോൾ ആരോടെങ്കിലും എവിടുന്നാണ് വരുന്നത് വെച്ചാൽ കൂടല്ലൂരിൽ നിന്നാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൂടല്ലൂർ എവിടെയാണെന്ന് സംശയമുണ്ട്. വേറെയും കൂടല്ലൂരുണ്ട്. അപ്പം നമ്മളൊക്കെ പറയാറ് എം ടിയുടെ കൂടല്ലൂരിൽ നിന്നാണ്. ആ ഒരു അഡ്രസ്സ് വളരെ വലുത് തന്നെയാണ്. തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ നിന്നിട്ടാണ് എനിക്ക് തോന്നുന്നു സദനം സിനിമയും ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ബന്ധനം സിനിമയാണ്. സിനിമ ഷൂട്ട് ചെയ്ത് ആ വീട്ടിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സീൻ. എം ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർമ്മകളിലാണ് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് താണിക്കുന്നുള്ളത്. താണിക്കുന്നിൽ ഇരുന്നിട്ടാണ് എം ടി രണ്ടാം ഊഴം എഴുതുന്നത്. അവിടെ താണിക്കുന്ന് ആ കുന്നിൻ്റെ താഴ്വാരത്ത് എം ടിയുടെ ചെറിയമ്മയുടെ മകൾ വിലാസിനിയുണ്ട്. ആ വീട്ടിൽ ഇരുന്നാണ് എം ടി രണ്ടാം ഊഴം എഴുതി തീർക്കുന്നത്. ഏകദേശം 1 മാസത്തോളം എം ടി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അവിടെ ആർക്കും തന്നെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ആ വീടെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇപ്പോഴും ആളുകൾ അവിടേക്ക് എത്തുകയും എം ടി ഇല്ലെങ്കിൽ പോലും എം ടിയുടെ സാഹിത്യം അറിഞ്ഞ് ആ സാഹിത്യ കൃതികളെല്ലാം വായിച്ച് ആ ഭാഗത്തേക്കെല്ലാം എത്തുകയും അവിടെ എല്ലാം എത്തി ഈ താണിക്കുന്നും അതുപോലെ തന്നെ ഈ കൂടല്ലൂരും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത് നിരവധി പേരാണ്. പക്ഷേ എന്തായാലും കൂടല്ലൂരിലെ ആളുകൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം നിലവിൽ എം ടിയെ കാണാൻ വേണ്ടി ഈ കൂടല്ലൂരിലെ ഈ നാട്ടിൽ നിന്നും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. എന്നും എം ടിയുടെ കൃതികളിൽ ഉണ്ടായിരുന്നത് കൂടല്ലൂരിലൂടെ ഒഴുകിപ്പോകുന്ന നിളയുമെല്ലാമായിരുന്നു. ഏതായാലും എം ടിയുടെ നാട്ടുകാർ വല്ലാത്ത ആ ഒരു നഷ്ടത്തിൽ വല്ലാതെ ഉലഞ്ഞാണ് നിൽക്കുന്നത്. എം ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം ഇപ്പോൾ എം ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.